ഹലോ ഓൾ വെൽക്കം ടു ഡേ 10 ഓഫ് റൈസ് ഓഫ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് എത്തിക്കൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സോ എത്തിക്കൽ ലീഡർഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റും എന്തായിരുന്നു ക്വസ്റ്റ്യൻ. എത്തിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് നോൺ നെഗോഷ്യബിൾ ആൻഡ് കോംപ്രമൈസിങ് എത്തിക്സ് കനോട്ട് മേക്ക് യു എ വിന്നർ ഓഫ് ദ കൈൻഡ് ദാറ്റ് ദ വേൾഡ് വിൽ സല്യൂട്ട്. In the light of this statement, assess the key component of ethical leadership. Also examine how ethical leadership enhances the efficiency of public services, citing relevant contemporary examples എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാവേ. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ലൈറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്, കോമ്പോണൻസ് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് ഇതാണ്, കോമ്പോണൻസ് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഓൾസോ എക്സാമിൻ ഹൗ എത്തിക്കൽ ലീഡർഷിപ്പ് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് സർവീസസ്. സോ ഫസ്റ്റ് കോമ്പോണന്റ് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എഴുതേണ്ടതാണ് എന്ത് പറയുന്നത്, എങ്ങനെയാണ് ഇത് എൻഹാൻസ് ദി പബ്ലിക് സർവീസസ് എഫിഷ്യൻസി എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് എഴുതാം. എത്തിക്കൽ ലീഡർഷിപ്പ് നെഗോഷിയേറ്റബിൾ അല്ല, കോംപ്രമൈസ് ചെയ്യുന്നത് എന്താണ്, എത്തിക്സ് കനോട്ട് മേക്ക് യു എ വിന്നർ ഓഫ് ദി കൈൻഡ് ഓഫ് ദ ലീഡർ യു വേൾഡ് സല്യൂട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ലീഡറായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോങ് ടൈമിലേക്ക് ഒരു നല്ല ലീഡറായി മാറാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് വൺ ആസ്പെക്ട്. ഓക്കെ, അതൊരു കോമൺ രീതിയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് നല്ലതെന്ന് പറയാൻ കാരണം, എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് ഇവിടെ എന്തായാലും ഡിഫൈൻ ചെയ്തിരിക്കണം. കാരണം ഇവിടെ എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളതിനൊരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ. ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു എന്ന് വരില്ല എത്തിക്കൽ ലീഡർഷിപ്പ് എന്താ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. ലീഡർഷിപ്പ് പോലെയല്ല എത്തിക്കൽ ലീഡർഷിപ്പ്. അപ്പോൾ സിൻസ് നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനിൽ. അപ്പം ഇവിടെ എന്ത് ചെയ്യാം, എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ രാവിലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ എന്താണ് എത്തിക്കൽ ലീഡർഷിപ്പിൻ്റെ കോമ്പോണൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റി പറയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് എത്തിക്കൽ ലീഡർഷിപ്പ് എന്ത് ചെയ്യാം, ഇന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അത് പ്ലേ ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിവിൽ സർവീസിൽ എങ്ങനെയാണ് അത് ലോങ് ടൈമിലേക്ക് പബ്ലിക് സർവീസിൽ എഫിഷ്യൻസി കൊണ്ടുവരുന്നതെന്ന് പറയാം. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, കാരണം യു ഓൾറെഡി ഹാവ് നോട്ട്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഒരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ. ഡെഫിനിഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ത് ഡെഫിനിഷനാണ് നിങ്ങൾക്ക് എത്തിക്കൽ ലീഡർഷിപ്പിന് കൊടുക്കാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എത്തിക്കൽ ലീഡർഷിപ്പ് ഈസ് എ ലീഡർഷിപ്പ് ബേസ്ഡ് ഓൺ ദി എത്തിക്കൽ വാല്യൂസ് ഓഫ് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി അല്ലെ, എമ്പതി ഒക്കെ വെച്ചിട്ടുള്ള വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എത്തിക്കൽ ലീഡർഷിപ്പ്. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫർ പോലെയാണ്. സോ എത്തിക്കൽ ലീഡർഷിപ്പ് ഈസ് എ നോൺ നെഗോഷ്യബിൾ ആസ് ഇറ്റ് ഈസ് ബിൽഡ് ഇൻ legitimacy through integrity, justice and empathy. Gandhi, by adhering to the truth and non-violence, earned lasting reverence as moral leader whose influence transcends time. In contrast, Hitler's reliance on decides and coercion and hatred brought him temporary power but eternal condemnation. Thus, while unethical means may yield short-term success, only ethical leadership wins the world's enduring റെസ്പെക്ട്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞുള്ളത്, ഇവിടെ നമ്മൾ ടു കോൺട്രാക്സ്റ്റിംഗ് ലീഡർഷിപ്പാണ് പറഞ്ഞത്. രണ്ടും ലീഡർഷിപ്പാണ്. ഒന്ന് ഗാന്ധിയുടെ ലീഡർഷിപ്പാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, ഹിറ്റ്ലറിൻ്റെ ലീഡർഷിപ്പാണ്. സോ രണ്ട് കോൺട്രാസ്റ്റിംഗ് ലീഡർഷിപ്പ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ ഒന്ന് എത്തിക്കലായി കഴിഞ്ഞതുകൊണ്ടുള്ള ഗുണം എന്താണ്, രണ്ട് അൺഎത്തിക്കൽ ലീഡർഷിപ്പിന്റെ ഗുണം എന്താണ്. രണ്ട് ലീഡർഷിപ്പാണ്, ഒന്ന് എക്സാമ്പിൾ ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ്, അനദർ ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ നെഗറ്റീവ് ലീഡർഷിപ്പ് ആയിട്ട് നമുക്ക് വേണേൽ പറയാം, മിസ്ഗൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ കോഴ്സീവായിട്ട് എന്ത് ചെയ്തില്ല, പവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ലോങ് ടൈമിലേക്ക് എന്താണ് ലിവിങ് ബിയോണ്ട് ഹിസ് ടൈം എന്ന് പറയുന്ന ലീഡർഷിപ്പിലേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക്, ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ കോമ്പോണൻസ് ഓഫ് എത്തിക്സ് ആണ്. കോമ്പോണൻസ് ഓഫ് എത്തിക്സിൽ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഇൻറ്റഗ്രിറ്റി ആണ്. ഇൻറ്റഗ്രിറ്റി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ്. ബിക്കോസ് ഒരു ഇൻറ്റഗ്രിറ്റി ആയുള്ള ലീഡറിന് മാത്രമേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളോട് ആളുകളോട് പറയുന്നതും ടീമിനോട് പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അയാൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് ഒരുപോലെ ആയിരിക്കണം. ആ കമ്മിറ്റ്മെൻറ്റ് കൃത്യമായിരിക്കണം. അപ്പോൾ ഗാന്ധിൻ്റെ എക്സാമ്പിൾ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യ അഹിംസയോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. സോ ആ കമ്മിറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എപ്പം എല്ലാ സമയത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് അക്കൗണ്ടബിലിറ്റി. എത്തിക്കൽ ലീഡർ എന്തായിരിക്കണം, ഹു ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ
ദെയർ ഓൺ ആക്ഷൻസ് അവർ എന്തായിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പം അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ് APJ അബ്ദുൽ കലാമിൻ്റെ എക്സാമ്പിൾസ് അല്ലേ. ഫെയിലിയർ ആയിരുന്ന സമയത്ത് ഹി ഹിംസെൽഫ് ടുക്ക് ദി റെസ്പോൺസിബിലിറ്റി. സോ അതിന് അക്കൗണ്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. സോ ജസ്റ്റിസ് എന്തായിരിക്കണം, ഫെയർ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആയിരിക്കണം. ഇപ്പം ലീഡർഷിപ്പിന്റെ ടീം ലീഡർ ആയിരിക്കുന്ന സമയത്ത് ടീമിന്റെ മെമ്പേഴ്സിന്റെ ഉള്ളിൽ തന്നെ ബയാസ്ഡ് ആവുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പല ആളുകളെ ഫേവറിസം കാണിക്കും, ചില ആളുകളെ അവർ ഡൗൺഗ്രേഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ലീഡറിനെ നമുക്ക് എത്തിക്കൽ ലീഡറായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ലീഡറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്യില്ല, ട്രസ്റ്റ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ലോങ് ടൈമിലേക്ക് ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ട് ലീഡർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റിസ് ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ കോമ്പാഷനും എന്തായിരിക്കണം, അതുപോലെ ഫെയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പാർഷ്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പാർഷ്വൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അശോകൻ്റെ കാര്യത്തിൽ അശോക ധമ്മ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, ഫെയർനെസ് ആണ്, ഒബ്ജക്റ്റിവിറ്റി ആണ്, ഇമ്പാർഷ്വാലിറ്റീനെയൊക്കെ നമ്മൾ ഇക്വാലിറ്റീനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എമ്പതി ആൻഡ് കോമ്പാഷൻസ്. എത്തിക്കൽ ലീഡർ എപ്പോഴും എന്തായിരിക്കണം, എമ്പതിക് ആൻഡ് കോമ്പാഷൻ ടു ദ കോസ് ഓഫ് പീപ്പിൾ ആയിരിക്കണം. ഇപ്പോൾ ലീഡറിൽ ഇപ്പോൾ ഒരു ടീം മെമ്പറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പം അത് ആ സമയത്ത് എന്ത് ചെയ്യണം, മറ്റ് മെമ്പേഴ്സിനോട് അത് കവറപ്പ് ചെയ്യാനും അതേപോലെ അയാൾക്ക് വേണ്ടുള്ള റെസ്റ്റ് കൊടുക്കാനും അതേപോലെ ബാക്കി എല്ലാവർക്കും ഇതുപോലെ വരുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു ടീം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ടീം മെമ്പേഴ്സിൻ്റെ ഇമോഷൻസ്, ആളുകളുടെ ഇമോഷൻസ് ക്യാറ്റർ ചെയ്തിട്ട് നമ്മൾ പോളിസീസ് ഇറക്കുമ്പോൾ മാത്രമാണ് ഒരു എത്തിക്കൽ ലീഡർഷിപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നെൽസൺ മണ്ടേല എമ്പതി ടുവേർഡ്സ് ഒപ്രസ്ഡൊക്കെ എന്ത് ചെയ്യാം, ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഒരു എത്തിക്കൽ ലീഡർ എപ്പോഴും എന്തായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇപ്പോൾ കൗടില്യൻ്റെ എക്സാമ്പിൾസ് എത്തിക്കൽ ലീഡർഷിപ്പിൽ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പറയണ്ടായി. അപ്പോൾ കൗടില്യൻ്റെ ആസ്പെക്ട്സിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കൗടില്യ എന്ന് പറയുന്നത് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ലീഡർ ഒരു കിങ്ങും ആയിരിക്കണം, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം, ഒരു ഫിലോസഫർ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അത് ഒരു സെയിൻറ്റ് ഫീൽഡായിരിക്കണം. നമ്മൾ ഫിലോസഫറിനും ഒരു സെയിൻറ്റ് ഫീൽ ആയിരിക്കണം. നമ്മൾ ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അയാൾ നോളജബിൾ ആയിരിക്കണം, അയാൾ എമ്പത്തറ്റിക്കൽ ആയിരിക്കണം. പക്ഷേ കിങ്ങിനെ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, ആളുകളിൽ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യണം. സോ ഇതൊക്കെ എന്താണ്, ഒരു എത്തിക്കൽ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ആണ്. അതുപോലെ തന്നെ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞത് എന്താണ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ആൻഡ് ഓഡിറ്റ് സർവിലൻസ് ഓഫ് ഒഫീഷ്യൽ ടു എൻഷുർ ട്രാൻസ്പെറൻസി ഗവൺമെന്റ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ബെറ്റർ ഗവൺമെന്റ് ആവുക എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് അനദർ ആസ്പെക്ട് ഈസ് മോറൽ കറേജ് ആൻഡ് റോൾ മോഡലിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എത്തിക്കൽ ലീഡർഷിപ്പിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് മോറൽ കറേജ്. മോറൽ കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എന്താണ്, ഈവൻ ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മൾ എത്തിക്കലായിരിക്കുകയാണ്. എത്തിക്കൽ ഡിലമാസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എത്തിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ മോറൽ കറേജ് എന്ന് വിളിക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ്. അതുപോലെ പട്ടേലിൻ്റെ മോറൽ കറേജ്, പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഇപ്പം നമുക്കറിയാം പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ ഇൻ്റഗ്രേഷൻ സമയത്ത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഹാസ് ദെയർ ഓൺ ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നുവെങ്കിലും, കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പട്ടേൽ എന്തായിരുന്നു, he showed his moral courage despite of all his difficulties and problems. ഇതുകൊണ്ട് വരുന്ന പോലീസ് ആക്ഷൻ എടുക്കേണ്ട വന്നിട്ടുണ്ട്, പ്ലബിസൈഡ് എടുക്കേണ്ട വന്നിട്ടുണ്ട്, ബട്ട് ഹി യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് കോമ്പോണൻസ് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ്. ഇനി കോമ്പോണൻസ് എഴുതുന്ന സമയത്ത് എല്ലാ കോമ്പോണൻസും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾക്കൊരു 4 പോയിന്റ് 5 പോയിന്റ് ഒക്കെ എഴുതുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാ പോയിന്റ്സും ഇവിടെ എഴുതണമെന്നില്ല. അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്നത്ര പോയിന്റ്, കാരണം ഒരുപാട് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വരുമ്പോൾ പോയിന്റ്സ് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. 3-4 പോയിന്റ് ഒക്കെ എന്താണ്, ഇനഫാണ്. 4-5 പോയിന്റ് ഒക്കെ എത്തിക്കൽ കോമ്പണന്റ് അണ്ടറിൽ ഇനഫാണ് കേട്ടോ. ഇനി റോൾ ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ് ഇൻ എൻഹാൻസിങ് പബ്ലിക് എഫിഷ്യൻസി. അപ്പം എന്തൊക്കെയാണ് എത്തിക്കൽ ലീഡർഷിപ്പിന്റെ റോൾ എന്നാണ്, പബ്ലിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ പബ്ലിക് ഡെലിവറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാരഗ്രാഫ് ഫോർമാറ്റിലേക്കാണ് ഈ ഭാഗത്തേക്ക് ഒരു ആൻസർ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ എത്തിക്കൽ ലീഡർഷിപ്പിന്റെ വൈറ്റൽ റോൾ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. ഇന്റഗ്രിറ്റി ഒരു എത്തിക്കൽ സിവിൽ സർവീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്കൽ ലീഡർഷിപ്പിലും ഈ സിവിൽ സർവീസിലും ഇന്റഗ്രിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രിറ്റി ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പബ്ലിക് സർവീസിലെ ആളുകൾക്ക് പബ്ലിക്കിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പബ്ലിക് സർവീസിൽ ബ്യൂറോക്രാറ്റ് പറയുന്നത് പബ്ലിക് കേൾക്കും. അതുപോലെ തന്നെ പബ്ലിക് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. അത് രാജ്യത്തിന് മൊത്തത്തിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പബ്ലിക്കിന് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രെങ്തനിങ് ട്രസ്റ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് സിവിൽ സർവീസ് എന്ന് പറയാം. അത് ക്യാൻ ബി ബിൽഡ് ത്രൂ എത്തിക്കൽ ലീഡർഷിപ്പ്. അതേപോലെ തന്നെ എത്തിക്കൽ ലീഡർഷിപ്പിൻ്റെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂത്ത്ഫുൾ ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻസ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു സിവിൽ സർവൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കരുത്. ഇപ്പം വാല്യൂ ലോഡഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതെ എവിഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒബ്ജക്റ്റിവിറ്റി പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബയാസ്ഡ് ആവും.
ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയാം, ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ ക്രൈം കൂടുതൽ നടക്കുക എന്ന് വിചാരിക്കുക. അപ്പം വീണ്ടും ആ ഒരു ഏരിയയിൽ ക്രൈം കൂടുതൽ നടക്കുന്നത് നമ്മളിപ്പം പൊതുവെ ഒരു ബയാസിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് റിച്ച് ആയ ഏരിയയിൽ ക്രൈംസ് കുറവും, അതായത് റിച്ച് ആളുകൾ സെറ്റിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രൈം കുറവും, പൂറായ ആളുകൾ സെറ്റിൽമെന്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് ക്രൈം കൂടുതലുമാണെന്നുള്ളത്. ഇതൊരു ബയാസ്നെസ് ആണ്. അപ്പൊ രണ്ടാമത് ഇനി എന്ത് ചെയ്യുന്നു, ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അവിടെ റിച്ച് ആയ ഒരാളും പൂറായ ഒരാളും ഉണ്ടെങ്കിൽ പൂറായ ആളാണ് ക്രൈം ചെയ്തതെന്നുള്ള ഒരു ബയാസ്നെസ് ചിലപ്പം സിവിൽ സർവന്റിന്റെ അടുത്തേക്ക് വരാം. ഇതെന്ത് ചെയ്യും, ഒരു ലോങ് ടൈം ട്രസ്റ്റിനെ അത് ബാധിക്കും. ആ ബയാസ്നെസ്, ഒബ്ജക്ടിവിറ്റി ഇല്ലാതിരിക്കുക, അതൊരു എത്തിക്കൽ ലീഡറിന് ചേർന്നുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിനെയും കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ ശ്രീധരൻ്റെ എക്സാമ്പിൾ എഴുതാം, മെട്രോ മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പ്ലാനിങ് ഫാക്ച്വൽ അസസ്മെന്റിലൊക്കെയാണ് എന്ത് ചെയ്ത് ഡൽഹി മെട്രോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് പറയാം. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് എമ്പതി എന്നുള്ളതാണ്. എമ്പതി ഈസ് വെരി എസെൻഷ്യൽ ആണ്. പിന്നെ ലീഡർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എമ്പതി ആയിട്ടിരിക്കുക. ഇപ്പോൾ വൾണറബിൾ സെക്ഷൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സ്മിത സബ്രവാളിൻ്റെ IASന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, പീപ്പിൾസ് ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് പീപ്പിൾ സെൻട്രിക് അപ്രോച്ചസ് എന്ത് ചെയ്യുന്നു, സിവിൽ സർവീസിൽ എടുക്കുന്നു, ആളുകളുടെ പ്രോബ്ലം മനസ്സിലാക്കി അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്നു, എമ്പത്തറ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് വരിക. അപ്പോൾ അതൊരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് ഓറിയൻറ്റേഷൻസ് കൊടുക്കുക, ലീഡർഷിപ്പ് പുട്ട് ചെയ്യുക, കൊളാബറേഷൻ ഓഫ് എഫിഷ്യൻസി. ഇപ്പം ആംസ്ട്രോങ് പാമേൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ റോൾ മോഡൽ ആവുക ആളുകളുടെ അടുത്ത്. നമുക്കറിയാം കളക്ടേഴ്സും കാര്യങ്ങളൊക്കെ, ഇപ്പം നിങ്ങൾ തന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല സിവിൽ സർവൻ്റ് ഓഫീസേഴ്സും കളക്ടേഴ്സും നിങ്ങൾക്ക് പേഴ്സണലി റോൾ മോഡൽ ആയിട്ടുണ്ടാവും. ഇതൊരു എത്തിക്കൽ ലീഡർഷിപ്പിൻ്റെ ആസ്പെക്ട്സ് ആണ്. അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവുക. അല്ലാതെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന മോശമായ ഒരു കളക്ടറെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവില്ല. അപ്പം നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്ന അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എത്തിക്കൽ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോങ് ടൈം ആയിട്ട് റോൾ മോഡലിങ്ങും സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് എത്തിക്കൽ ലീഡർഷിപ്പ് കൊണ്ടുവരുന്നത് എന്നുള്ളത് പല ആസ്പെക്ട്സിലേക്ക് നമുക്ക് എഴുതാം. ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക, ഒരു ഡിസിഷൻ മേക്കിംഗ് സർവീസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡിസിഷൻസ് ബയാസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി എത്തിക്കൽ ലീഡർഷിപ്പ് എൻഷുർ ചെയ്യുന്നുണ്ട്. പബ്ലിക് യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പബ്ലിക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എത്തിക്കൽ ലീഡർഷിപ്പ്, എസ്പെഷ്യലി സിവിൽ സർവീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടീം ബിൽഡിംഗ്. അപ്പോൾ ഈ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്തിക്കൽ ലീഡർഷിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്താം. എങ്ങനെയാണ് ഒരു എത്തിക്കൽ ലീഡർഷിപ്പ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം എത്തിക്കൽ ലീഡർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഫുൾ വെൽ ഡോക്യുമെൻറ്റഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ വിനോദ് റായ് ഫോർമർ CAG ഓഫ് ഇന്ത്യ എവിഡൻസ് ബേസ്ഡ് ഓഡിറ്റ്സ് എടുത്തത് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ എത്തിക്കൽ ലീഡർഷിപ്പ് ക്യാൻ ബി നർച്ചർഡ് ത്രൂ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പെറൻസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെൻറ്റർഷിപ്പ് ദാറ്റ് ഇൻസ്റ്റിൽ ഇൻറ്റഗ്രിറ്റി, എമ്പതി, സർവീസ് ഓറിയൻറ്റേഷൻ. പി ശ്രീധരനെ പോലെയുള്ള ആളുകളുടെ റോൾ മോഡലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗാന്ധിജിൻ്റെ താലിസ്മാൻ ഷുഡ് ബി ദി ഐഡിയൽ വേ ഔട്ട് വെൻ ഇറ്റ് ഒരു എത്തിക്കൽ ലീഡർഷിപ്പിൻ്റെ ബേസിക് ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിസ് താലിസ്മാൻ പോലെ പൂറസ്റ്റ് ഓഫ് ദ പൂർ പേഴ്സൺ ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ എന്താണ് കൗടില്യൻ്റെ കാര്യം പറയും. കൗടില്യ പറഞ്ഞത് എന്താണ്, ഒരു കിങ് എന്തായിരിക്കണം, കിങ് ആൻഡ് എ ഫിലോസഫർ ആയിരിക്കണം ഒരു രാജാവ്. ലീഡർ ഷുഡ് ബി എ കിങ് ആൻഡ് ഫിലോസഫർ എന്ന് കൗടില്യ പറഞ്ഞത്. അതുപോലെ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പല സ്ഥലത്ത് നമ്മൾ പഠിച്ച സാധനങ്ങളെ നമ്മളിപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇപ്പം നമ്മൾ 10th ഡേ ആണ്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ 1/3 നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തെ ആൻസേഴ്സ് നിങ്ങൾ എഴുതുമ്പം അല്ലെങ്കിൽ എഴുതിയ ആൻസേഴ്സ് 10 ദിവസം എഴുതിയ കുട്ടികൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് വെച്ച് നോക്കുക. ഇന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പുതിയ ടോപ്പിക്കാണ്. നമ്മളിപ്പം ഇന്ന് പഠിച്ചത് നമ്മൾ എത്തിക്കൽ ലീഡർഷിപ്പാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി അല്ലെങ്കിൽ സിവിൽ സർവീസ് വാല്യൂസിനെ പറ്റിയാണ്. അപ്പോൾ ഓരോ ദിവസവും ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് കണ്ടന്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സെയിം കണ്ടന്റ് പല സ്ഥലത്തും സെയിം കണ്ടന്റ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി, എമ്പതി, കോമ്പാഷൻ ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയതായിട്ട് സിലബസ് മുന്നോട്ട് പോകുമ്പം പുതിയ കോൺസെപ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ചെറിയ കീവേഡുകൾ, ഇപ്പോൾ പെർസുവേഷൻ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ കീവേഡുകൾ പുതിയതായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് ഹോളിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കണ്ടന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി. അതായത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ പേപ്പറിലും ആപ്ലിക്കബിൾ ആണ്. GS1 GS2 GS3 ഒക്കെ ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ ഒരുപാട് പഠിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഒരുപാട് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല.
ഉണ്ടാക്കിയ കണ്ടന്റുകൾ പല ആൻസേഴ്സിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻസ് നിങ്ങൾ 10 ദിവസം കൃത്യമായിട്ട് എഴുതിയവർക്ക് അറിയാം, നിങ്ങൾ പല പോയിന്റുകളും പണ്ട് പഠിച്ച പോയിന്റ്സ് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പല ആൻസേഴ്സിനനുസരിച്ച് അതിനെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പല സ്ഥലത്ത് പഠിച്ച കോട്ടുകൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിച്ചതാണ്, പക്ഷെ അതൊരു ആൻസറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത്. അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതിലല്ല. അപ്പം GS2 പഠിക്കുകയാണെങ്കിലും GS3 പഠിക്കുകയാണെങ്കിലും പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് കണ്ടന്റിന് വേണ്ടി ഒരുപാട് സമയം കളയുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കണ്ടന്റ് വേണം, ബേസിക് കണ്ടന്റ് വേണം. പക്ഷേ പഠിച്ച കണ്ടന്റുകൾ ഒരു ആൻസറിനല്ല, മൾട്ടിപ്പിൾ ആൻസേഴ്സിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ആർട്ടാണ് പഠിക്കേണ്ടത്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതി തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് കൃത്യമായിട്ട് ആൻസേഴ്സ് കൃത്യമായിട്ട് ഗ്രൂപ്പിൽ എഴുതിയിടാൻ പറയുന്നത്. അപ്പം ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ, നെക്സ്റ്റ് 20 days, ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതിയിടുക കേട്ടോ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.